എൻ്റെ പേര് ഉണ്ണി, AP ഉണ്ണിയാണ്. ഞാൻ 1983 ആണ് എൻ്റെ ഈ വർക്കുമായി ബന്ധപ്പെട്ട് ഞാൻ തുടക്കം. ആദ്യം വർക്ക്ഷോപ്പ് പണിയായിരുന്നു 1 വർഷം. പിന്നെ ഇൻഡസ്ട്രിയിൽ 1983 തുടങ്ങി 85 വരെ ഞാൻ പണി പഠിക്കാൻ വേണ്ടി നിന്നു. എൻ്റെ കമ്പനീൻ്റെ പേര് ടെക്നോ എഞ്ചിനീയറിംഗ് കമ്പനി, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ നേരെ താഴത്ത് തന്നെയാണ്. ഞാൻ 1983 ഏപ്രിൽ മാസത്തിലാണ് ഇത് വർക്ക് പഠിക്കാൻ വേണ്ടി ആദ്യമായിട്ട് വന്ന് മഞ്ചേരിയാണ് വന്നത്. അങ്ങനെ ഒരു 2 വർഷത്തോളം മഞ്ചേരി വർക്കൊക്കെ ഏകദേശം പഠിച്ച് പെട്ടെന്ന് തന്നെ സ്വന്തമായി 85 ഞാൻ ഇൻഡസ്ട്രി സ്വന്തമായിട്ട് തുടങ്ങി. മറയൂർ ആയിരുന്നു. ഒരു ഏകദേശം 2000 വരെ, 1999 വരെ, 2000 നിന്നാണ് ഞാൻ മഞ്ചേരി വന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് എൻ്റെ വർക്ക് നടക്കുന്നത്. ടെക്നോ എഞ്ചിനീയറിംഗ് കമ്പനി പറഞ്ഞ സ്ഥാപനമാണ്. അന്ന് പഴയ കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വീടിനുള്ള ഗ്രില്ലുകളൊക്കെ ആയിരുന്നു. പഴയ കാലത്ത് ഇന്നത്തെ മാതിരിയുള്ള വർക്കുകളൊന്നും വന്നില്ല. അന്ന് നമുക്ക് വീടിൻ്റെ ഗ്രില്ലുകൾ, ജനലിന് ഗ്രില്ലാണ് വെക്കുക, ഗേറ്റ്, ഇങ്ങനെയുള്ള വർക്കുള്ളൂ. ഇന്നത്തെ മാതിരിയുള്ള സുലഭമായ പൈപ്പോ അല്ലങ്ങളൊന്നും കിട്ടില്ല. അവിടെയൊക്കെ അന്നൊക്കെ സ്ക്വയർ ആർഡും ഫ്ലാറ്റ് പട്ട മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ ആയിരുന്നു അന്നത്തെ കാലം. ഇന്ന് അതല്ല. ഇന്ന് നല്ല രീതിയിലുള്ള എല്ലാ വിധത്തിലും സാധനങ്ങളും പൈപ്പുകളും മെറ്റീരിയലും കിട്ടാൻ എല്ലാ സ്ഥലങ്ങളും കിട്ടാൻ ഉണ്ട്. ഇപ്പോഴത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെക്കാട്ടി ഒരുപാട് ഭേദമാണ്. കാരണം വെച്ചാൽ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയും. കൃത്യമായ ഡ്രോയിങ്ങും കൃത്യമായ കാര്യങ്ങളൊക്കെ അറിയണോണ്ട് പെട്ടെന്ന് തന്നെ വർക്ക് എടുക്കാൻ കഴിയും. ഇപ്പോൾ ഒക്കെ ഉള്ളത് ഒന്നാമത് റൂഫ് വർക്കുകളാണ്. ബിൽഡിങ്ങിൻ്റെ മുകളിൽ റൂഫ് വർക്കുകളാണ് അധികം ഉണ്ടാവുക മിക്കപ്പോഴും. പിന്നെ ഓരോ ബിൽഡിങ്ങിന് വേണ്ട ആവശ്യമായ ഗ്രില്ലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളും ഗേറ്റുകളൊക്കെ തന്നെയാണ്. പിന്നെ ഷട്ടറുകൾ ഒക്കെ വരും. പക്ഷെ ഞാൻ ഇപ്പോൾ റിമോട്ട് ഷട്ടറുകളും ഗിയർ ഷട്ടറും മാത്രമേ ചെയ്യാറുള്ളൂ. ഇപ്പോൾ സാധാ ഷട്ടർ മുമ്പ് ചെയ്തിരുന്നു. ഇപ്പം ഗിയർ ഷട്ടറുകളും റിമോട്ട് ഷട്ടറുകളും മാത്രമേ ചെയ്യാറുള്ളൂ. ഇപ്പോൾ എഞ്ചിനീയേഴ്സിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ സുതാര്യമായി ചെയ്യാൻ കഴിയും. നല്ല രീതിയിൽ തന്നെ കൃത്യമായി ഞാൻ പല എഞ്ചിനീയേഴ്സിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ അവർ വീണ്ടും വീണ്ടും എനിക്ക് വർക്ക് തരുന്നുണ്ട്. പഴയ കാലഘട്ടം പോലെ അല്ല ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ ഉള്ള വർക്കുകളൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സംവിധാനം മെഷീനറി ആയിട്ടുണ്ട്, അതുപോലെ മെറ്റീരിയലായിട്ടുമുണ്ട്. അത് കിട്ടാനും സാധ്യതയുണ്ട്. ചെയ്യാനും വളരെ സുതാര്യമാണ്. കൃത്യമായ ഡ്രോയിങ്ങും കാര്യമൊക്കെ തന്നെ ആ എഞ്ചിനീയേഴ്സ് നമുക്ക് തരും. ചെയ്യുന്ന വർക്കേഴ്സ് കറക്റ്റ് ആണെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയും. ചെയ്തിട്ടുമുണ്ട്, ചെയ്യുന്നുമുണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ സ്ഥിരമായിട്ട് 5 പേര് ഡെയിലി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം എൻ്റെ സ്ഥിരം വിളിക്കുന്ന വർക്കേഴ്സ് കൂടെ എപ്പോൾ വിളിച്ചാലും വരും. നല്ല വർക്കേഴ്സ് തന്നെ. ഞാൻ തന്നെ അവരെ കുറേ 10, 15, 17 വർഷം പഴക്കമുള്ള ജോലിക്കാർ തന്നെയാണ് എൻ്റെ അടുത്തുള്ളത്. അവരൊക്കെ കൃത്യമായ വർക്ക് ചെയ്യുന്നവരാണ്. യാതൊരുവിധ ഫാൾട്ടുകളും ഇല്ല. അതുപോലെ കൂടുതൽ ലീവുകളൊന്നും ചെയ്യില്ല. അതിൻ്റെ ആ സ്വഭാവം അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് ജോലിക്കാരെ തിരഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം നല്ല ജോലിക്കാരാണ്, ഞാൻ അറിയണതാണ്. കുറേ വർഷങ്ങളായിട്ട് അവർ തന്നെ പഠിച്ച് കൃത്യമായ രീതിയിൽ അവർ ഇപ്പോൾ വർക്ക് ചെയ്യും. എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് വർക്കുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് വർക്ക് ഞാൻ എടുത്തും ചെയ്തിരുന്നു. ഇവിടെ മഞ്ചേരി തന്നെ കോടതി, 7 നിലയുള്ള ഒരു കോടതിൻ്റെ വർക്ക്, അതേപോലെ കിൻഫ്ര IT പാർക്കിൻ്റെ മെറ്റീരിയലിൻ്റെ കംപ്ലീറ്റ് SS-ൻ്റെ വർക്കും, അതേപോലെ MS-ൻ്റെ വർക്കും ഞാൻ ചെയ്തതാണ്. ഏകദേശം ഒരു 10, 18, 20 ടണ്ണോളം MS-ൻ്റെയും അതേപോലെ തന്നെ SS-ൻ്റെയും ഒരു വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ വയനാട് മെഡിക്കൽ കോളേജ് മാനന്തവാടി SS-ൻ്റെ വർക്ക് ഫുള്ളായിട്ടും ഹാൻഡ് റെയിലും ഒക്കെ ഞാൻ തന്നെ ചെയ്യല്. അതേപോലെ ഇപ്പോൾ പൊന്നാനി ഒരു വർക്ക് ഉണ്ടായിരുന്നു എനിക്ക്. പൊന്നാനി ഹാർബറിൻ്റെ ഒരു ഫ്ലാറ്റ്, 100 ഫ്ലാറ്റിൻ്റെ പുനഃഗ്രഹം എന്ന് പറഞ്ഞ 100 ഫ്ലാറ്റിൻ്റെ വിൻഡോസിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. അതും കുറേ മുമ്പ് ചെയ്തു. പകുതി നിർത്തി, തൽക്കാലം സ്റ്റേ വന്നുകൊണ്ട് അങ്ങനെ നിർത്തിയാണ്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ ഫണ്ടുകൾ കിട്ടാനുള്ള പ്രയാസം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അതിനോട് വല്ലാതെ താമസിക്കാണ്ട്. എന്നാലും ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ വർക്കുകൾ എനിക്ക് സബ് അടുത്ത് ചെയ്യലുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ ഒരുവിധ വർക്കുകളൊക്കെ ഞാൻ തന്നെ ചെയ്യലുണ്ട്. ഇപ്പോഴും ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ പറഞ്ഞാൽ നമ്മൾ ഇന്ന് പുതിയ കസ്റ്റമേഴ്സ് അല്ല അധികം ഉള്ളത്. ഇല്ല, ഉണ്ട്. പക്ഷേ എനിക്കുള്ളത് മുഴുവൻ പഴയകാലമുള്ള ബന്ധങ്ങൾ വെച്ചിട്ടുള്ള കസ്റ്റമേഴ്സാണ്. അത് എത്രയോ കൊല്ലങ്ങൾ മുമ്പുള്ള വർക്കുകളും ഇപ്പോഴും സ്ഥിരമായി എന്നെ തന്നെയാണ് വിളിക്കുക. ഞാൻ തന്നെ ചെയ്തു കൊടുക്കുക. കാരണം അവരുമായിട്ടുള്ള വർക്കിൻ്റെ കാര്യത്തിലുള്ള കാര്യങ്ങളും പിന്നെ ഇടപാടുകളും പെരുമാറ്റങ്ങളും പിന്നെ സാമ്പത്തിക കാര്യങ്ങളും ഒക്കെ തന്നെ അന്നു മുതലും ഇന്നും ഒരേ നിലപാടിൽ നിലനിർത്തി കൊണ്ടുപോകണമാണ്. നമുക്ക്
പറഞ്ഞാൽ മനസ്സിലാവണ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്ന രൂപത്തിലുള്ള ഒരു ഇടപാടുകളാണ് അവരായിട്ട് ചെയ്യുക. പിന്നെ ക്വാളിറ്റി ഉള്ള വർക്കേ ചെയ്തിട്ടുള്ളൂ ഇന്നുവരെ. ക്വാളിറ്റി ഇല്ലാത്ത ഒരു വർക്കും ഞാൻ ചെയ്യാൻ നിൽക്കല്ല. കാരണം നമുക്ക് എടുക്കുന്ന വർക്ക് നന്നായാലേ നമുക്ക് പിന്നെ വർക്ക് കിട്ടുള്ളൂ എന്നുള്ള ആ ഒരു ധാരണയിൽ ഞാൻ ചെയ്യുന്ന വർക്ക് കൃത്യമായും അത് ചെയ്യണത് നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുത്തുള്ളൂ. അങ്ങനെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും വർക്ക് കിട്ടുന്നത്. കാരണം അതുപോലെ വർക്ക് ചെയ്യണതായാലും കുറച്ച് സമയം എഴുതുകയാണെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ പണിക്കാരോട് പറയും അത് ചെയ്ത് തീർത്താൽ മതി എന്ന് പറയും. ഈ നാളെ കുറച്ച് നേരം എടുക്കേണ്ടി വന്നാലും എടുക്കുന്ന വർക്ക് അത് കൃത്യമായി നല്ല രീതിയിൽ തന്നെ ചെയ്തു തീർക്കണം. അത് ഒപ്പിച്ച് ചെയ്യേണ്ട. കാരണം എങ്ങനെയെങ്കിലും ഒപ്പിച്ച് അവസാനിപ്പിച്ച് തീർക്കരുത് എന്ന് പറഞ്ഞ് എന്നും നമുക്ക് നിലനിൽക്കേണ്ടതാണ് ഈ സ്ഥാപനം. അതുകൊണ്ട് ഞാൻ കൃത്യമായും നല്ല വർക്കേഴ്സുമാണ് വർക്ക് ചെയ്യുന്നത് കൃത്യമായും നല്ല രീതിയിൽ തന്നെ ചെയ്തു തീർക്കല്. ഇന്റെ വർക്ക് പല സ്ഥലങ്ങളിൽ ചെയ്യാൻ പോകുന്നുണ്ട് ഞാൻ. കാരണം എന്റെ ബന്ധം വെച്ചിട്ട് പല സ്ഥലങ്ങളിലും വിളിക്കും, എഞ്ചിനീയേഴ്സ് വിളിക്കും. അങ്ങനെ അതേപോലെ തന്നെ പാർട്ടി നല്ല ക്ലയന്റുകളുണ്ട് എനിക്ക് പരിചയമുള്ള, അവരൊക്കെ പല സ്ഥലത്തും വർക്ക് പറയുമ്പോൾ ഞാൻ അവിടെ പോയി ചെയ്തു. എത്ര ദൂരമായാലും കുഴപ്പമില്ല. വയനാട് വർക്ക് വരുന്നുണ്ട്, ചെയ്യലുണ്ട്. അതുപോലെ നിലമ്പൂരിന്റെ അങ്ങേ തല വരെ വർക്ക് വരുന്നുണ്ട്. അങ്ങനെ പല സ്ഥലം ഇപ്പം ഇവിടെ എറണാകുളം ഒരു സ്ഥലത്ത് വർക്ക് വന്നു, അത് ചെയ്യലുണ്ട്. അങ്ങനെ ദൂര സ്ഥലങ്ങളിലൊക്കെ വർക്ക് വരും. ക്ലയന്റ് ആവശ്യപ്പെട്ടാൽ നമ്മൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ചെയ്തു കൊടുക്കും. ഇപ്പം ചെയ്യാനുള്ളത് കൊല്ലത്താണ്, ഒരു സ്കൂളിന്റെ വർക്കാണ് ചെയ്യാനുള്ളത്. അതും നമുക്ക് അപ്രൂവലായി വർക്കൊക്കെ നമ്മളിപ്പോൾ അവിടെ പോയി ചെയ്തു കൊടുക്കാനുള്ളതാണ്. അടുത്ത ഈ ജനുവരി മാസം ഡിസംബർ ലാസ്റ്റോ ജനുവരി ആയിട്ട് തുടങ്ങാനുള്ള ഒരു സ്കൂളിന്റെ വലിയൊരു വർക്കാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ക്ലയന്റ് നിർബന്ധമായിട്ടും അവിടെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്തു കൊടുക്കും. അതിനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു തരും. ആ രൂപത്തിലാണ് എൻ്റെ കാര്യങ്ങളൊക്കെ. ഞാൻ കേരള അയൺ ഫാബ്രിക്കേഷൻ എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന 2012 നിലവിൽ വന്നാണ് മലപ്പുറം ജില്ലയിൽ. അന്ന് മുതൽ ഈ സംഘടനേൻ്റെ മഞ്ചേരി ബ്ലോക്കിന്റെ സെക്രട്ടറി ആയിട്ട് വന്നു ആദ്യമം. അങ്ങനെ ഞാൻ ജില്ലാ കമ്മിറ്റി അംഗമായി. അതുപോലെ ജില്ലാ കമ്മിറ്റി അംഗമായി ജില്ലേൻ്റെ ട്രഷററായി. അതിനുശേഷം ഞാൻ സംസ്ഥാന കമ്മിറ്റി അംഗം 3 വർഷം നിന്നു. അത് കഴിഞ്ഞ് ഞാൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയി. അതിനുശേഷം ഞാൻ നിലവിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഇപ്പം ഞാൻ ഈ സംഘടന നിലവിൽ വന്ന അക്കാലം മുതൽ സംഘടനയുടെ ഒരു സീനിയർ പോസ്റ്റിൽ തന്നെയാണ്. ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നുണ്ട്. ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് എനിക്ക് മലപ്പുറം ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളെ പറ്റി, യൂണിറ്റുകളെ പറ്റിയും ഉടമകളെ പറ്റിയൊക്കെ നല്ല ബന്ധങ്ങളും അറിയും. അവരെ പറ്റിയൊക്കെ നല്ല പരിചയമാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് തന്നെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗം, സംസ്ഥാന ഭാരവാഹി ആയതിനു ശേഷം ഞാൻ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ, തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളത്തെയും ഒരുവിധം ഭാരവാഹികളായിട്ടൊക്കെ നല്ല ബന്ധങ്ങളാണ്. നല്ല ഒരു ഒത്തൊരുമയോടുകൂടിയുള്ള ഒരു കാര്യങ്ങളാണ് എനിക്ക് നടക്കുന്നത്. എന്താവശ്യം വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും നമുക്ക് അതിനൊക്കെ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ്. എന്താവശ്യം വിളിച്ചാലും പറഞ്ഞാലും അപ്പം തന്നെ ഇടപെടാനും ഒക്കെ തന്നെ പറ്റിയൊരു ഭാരവാഹികളോ അല്ലെങ്കിൽ ആൾക്കാരാണ് നമ്മളെ കൂടുതലുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെ. ഞങ്ങളെ അയൺ ഫാബ്രിക്കേഷൻ എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തൃശ്ശൂരാണ്. മാസത്തിലൊരിക്കൽ മീറ്റിംഗ് ഉണ്ടാവും. ചിലപ്പം തൃശ്ശൂർ ഓഫീസിലായിരിക്കും, ചിലപ്പോൾ അത് എറണാകുളത്തോ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. പല സ്ഥലങ്ങളിലും ഉണ്ടാവും. മാസം മീറ്റിംഗ് ഉണ്ടാവും. അവിടെ വെച്ച് എല്ലാ സംസ്ഥാനത്തിൻ്റെ 14 ജില്ലകളിലെ ആൾക്കാരായിട്ടും കാണാനും ബന്ധപ്പെടാനും കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാനും ഒക്കെ തന്നെ നല്ല ഒരു വേദിയാണ് അന്ന്. നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെ പറ്റികളും നമ്മുടെ ജോലി സംബന്ധിച്ച കാര്യങ്ങളും കുടുംബം സംബന്ധിച്ച കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തമ്മിൽ ഡിസ്കസ് ചെയ്യാനും നമ്മളെ ഇന്നത്തെ സംസ്ഥാനത്ത് നടക്കുന്ന സംഘടനാ വിശദീകരണങ്ങൾ, സംഘടനയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാനും പറയാനും മീറ്റിങ്ങിൽ വെച്ച് എല്ലാവരായിട്ട് കാണാം. ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാറുണ്ട്, എല്ലാ മീറ്റിങ്ങിലും. ഞാൻ ഇപ്പോൾ ഞങ്ങൾ നേരിടുന്ന വലിയൊരു വിഷയം വെച്ചാൽ മൊബൈൽ വർക്കാണ്. കാരണം ഒരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ, കാരണം ഒരു ലൈസൻസും ഇല്ലാതെ ഒരു വെൽഡിംഗ് സെറ്റ് തൂക്കി പിടിച്ചിട്ട് ഏതെങ്കിലും വർക്ക് എടുക്കും. അതിനൊരു ക്വാളിറ്റി ഉണ്ടാവില്ല, ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. മൊബൈൽ നമ്പർ ഉണ്ടാവും, അത് വർക്ക് കഴിഞ്ഞോടുകൂടി ആ മൊബൈൽ നമ്പർ മിക്കവാറും സ്വിച്ച് ഓഫ് ആവും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ. ഞങ്ങൾ ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വാടക കൊടുക്കണം, കറണ്ട് ബില്ല് അടയ്ക്കണം. അതുപോലെ ഒരു 8ഓളം ലൈസൻസ് എടുത്തുന്ന സ്ഥാപനങ്ങളാണ് അധിക സ്ഥാപനങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ തന്നെ എല്ലാവർക്കും ഒരു വെല്ലുവിളിയാണ്. സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ വാടക, അങ്ങനെയുള്ള വലിയ വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളൊക്കെ ഇല്ലാതെ തന്നെയാണ് ഇപ്പം മൊബൈൽ വർക്ക് നടത്തിക്കൊണ്ടു പോകുന്നത്. അതിനെതിരെ സംഘടന നിരന്തരം സമര പരിപാടികളായും ചെയ്യുന്നുണ്ട്. നിരന്തരം കേസും ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ സംസ്ഥാന കമ്മിറ്റി പിന്നിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെതിരെ നടപടികൾ എടുക്കണം എന്നുള്ളത്. അത് തദ്ദേശ സ്വയംഭരണ നടത്തുന്നവർക്കൊക്കെ തന്നെ ഞങ്ങൾ ഇതിനെപ്പറ്റി മുന്നറിയിപ്പ് കൊടുക്കുന്നു. വിവിധ
MLA മാർക്കും മന്ത്രിമാർക്കും ഒക്കെ നിവേദനം കൊടുത്തിട്ടുണ്ട് ഇത്തരം ഈ മൊബൈൽ വർക്ക് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. കാരണം ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക വിഷയമാണ്. ഞങ്ങൾ ജോലിക്കാരെ വെച്ച് ജോലിക്കാർക്ക് വേണ്ട രീതിയിലുള്ള സംരക്ഷണം നൽകിയിട്ടാണ് ഞങ്ങളൊക്കെ നടത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ജോലിക്കാർക്ക് ഒരു സംരക്ഷണമില്ല. ഇന്ന് വന്നാൽ ഇന്ന് വന്നു, ഇല്ല. അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ എന്തെങ്കിലും അപകടം പറ്റിയാലോ ഒരു വിധത്തിലുള്ള ഒരു പരിഗണന ഉണ്ടാവില്ല. നേരെ മറിച്ച് ഞങ്ങളെ യൂണിറ്റ് നടത്തുന്ന ഈ അയൺ ഫാബ്രിക്കേഷൻ യൂണിറ്റ് നടത്തുന്ന ഞങ്ങളെ പോലത്തെ അവർക്ക് എല്ലാ ജോലിക്കാർക്കും അതിൻ്റെതായ സംരക്ഷണം ഈ സംഘടന നൽകുന്നുണ്ട്. അതിൽ ഒരു മെമ്പർഷിപ്പ് ചേർന്നവർക്ക് ആ ഒരു പരസ്പര സഹായ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കൊക്കെ തന്നെ കൃത്യമായും എന്തെങ്കിലും തരത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു പരീക്ഷ ഈ സംഘടന നൽകുന്നുണ്ട്. അതുപോലെ സംസ്ഥാന കമ്മിറ്റി മരണപ്പെടുകയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും നല്ല രീതിയിലുള്ള ഇപ്പോൾ കഴിഞ്ഞ ഉള്ള ഒരു പരിഗണന 1,00,000 രൂപ വരെ സംസ്ഥാന കമ്മിറ്റി ചെയ്യുന്നുണ്ട്. അതുപോലെ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരിൽപ്പെട്ടവർ മെമ്പർഷിപ്പ് എടുത്തവർ മരണപ്പെടുകയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ 2,00,000 രൂപ കൊടുത്തിരുന്നു. ഇപ്പോഴും അത് നിലനിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അടുത്ത കാലങ്ങളിൽ അത് കൂട്ടി കൊടുക്കണമെന്നുണ്ട്. സംഘടനയെ വരുമാനത്തിനനുസരിച്ചുള്ള ആ ഒരു കാര്യങ്ങൾ ഇപ്പോഴും സംസ്ഥാനത്തിലുള്ള എല്ലാ ജില്ലകളിലും അങ്ങനെ ഒരു സംഭവിക്കുകയാണെങ്കിൽ അവർ കൃത്യമായും അവർക്ക് ആ ഫണ്ട് ഓരോ രണ്ടാഴ്ചയിലുള്ള ഒരു മാസത്തിലുള്ള ഫണ്ട് അടത്തിച്ചു കൊടുക്കുക. അതുകൊണ്ട് തന്നെ വലിയൊരു ഗുണം തന്നെയാണ് ഈ യൂണിറ്റ് നടത്തുന്നത്. എല്ലാവരും സാമ്പത്തികമായി നല്ല നിലവാരമുള്ളവരല്ല. നമ്മളിപ്പോൾ കാണുമ്പം നല്ലൊരു പോക്കാകും, ഒരു വണ്ടിയൊക്കെ ഉണ്ടാവും, നല്ല രീതിയിലാവും. പക്ഷെ അവരൊക്കെ നല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് ബാധ്യത വന്ന് നിൽക്കുന്നവരായിരിക്കും. അതായത് കുട്ടികളെ കല്യാണം കഴിച്ചിട്ടോ അല്ലെങ്കിൽ വർക്ക് നടത്തിയിട്ടൊക്കെ ബാധ്യതയുള്ള ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആൾക്കാർ മരണപ്പെടാൻ ഇട വന്നിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ നമ്മുടെ സഹായ പദ്ധതിയിൽ നിന്ന് ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഇപ്പോൾ 14 ജില്ലകളിലും ഈ സംഘടന നിലവിലുണ്ട്. കാസർഗോഡൊക്കെ നല്ല രീതിയിൽ സജീവ പ്രവർത്തനം നടത്തുന്ന കാസർഗോഡ് ജില്ല, അതുപോലെ കണ്ണൂർ ജില്ല, വയനാട് ജില്ല, കോഴിക്കോട് ജില്ലയാണ് ഇതിന്റെ തുടക്കം തന്നെ. കോഴിക്കോട് ജില്ല നല്ല രീതിയിലെ പദ്ധതികളും അതുപോലെ എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്ന് നടക്കുന്ന കോഴിക്കോട് ജില്ല. അതിലൊക്കെ ഉപരിയാണ് മലപ്പുറം ജില്ല. മെമ്പർഷിപ്പിന്റെ കാര്യത്തിൽ അന്ന് മുതൽ ഇന്നും മെമ്പർഷിപ്പിന്റെ കാര്യത്തിലും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതായത് ഒട്ടനവധി പേർക്ക് വീടില്ലാതെ നശിച്ചു പേർക്ക് ഞങ്ങളെ സംഘടന വീട് നൽകി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള അസുഖം വന്നവർക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്, മരണപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലും മലപ്പുറം ജില്ല, അതുപോലെ പാലക്കാടായാലും ശരി, തൃശ്ശൂരായാലും ശരി, അവിടെ നിന്നിട്ടുള്ള ആലപ്പുഴ, എല്ലാ ജില്ലകളിലും നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തായാലും ശരി, 14 ജില്ലകളിലും നല്ല രീതിയിലുള്ള പ്രവർത്തനം തന്നെ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ കാലങ്ങളെക്കാട്ടിയും ഒരുപാട് ഉയർച്ചയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ. എല്ലാ ജില്ലകളും മികവുറ്റ പ്രവർത്തനം നടത്താൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലേ ഇനി അടുത്ത കാലങ്ങളിൽ ഇതിലും കൂടുതലായി വരാനും സാധ്യതയുണ്ട്. ഗവൺമെന്റ് തലത്തിലുള്ള ആ ഒരു ഇതാണ് ഞങ്ങളെ സംബന്ധിച്ചോളം വലിയൊരു ബുദ്ധിമുട്ട് തന്നെ. ഇന്ന് വരെ ഇത്രയധികം പല രീതിയിലുള്ള നികുതികൾ അടക്കുന്ന ഞങ്ങളെ പോലത്തെ യൂണിറ്റുകൾ നടത്തുന്ന ഇൻഡസ്ട്രിയൽ ഉടമകൾക്ക് യാതൊരു വിധ ഗവൺമെന്റിൽ നിന്നുള്ള പരിരക്ഷയില്ല. ഞങ്ങൾ ഈ ഞങ്ങളെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് 140 MLA-മാർക്കും ഞങ്ങൾ നിവേദനം കൊടുത്തിരുന്നു. ഒട്ടനവധി ഞങ്ങളെ സമ്മേളനങ്ങളിലും കൺവെൻഷനിലും വരുന്ന മന്ത്രിമാർക്ക് നിവേദനം കൊടുത്തിരുന്നു, MLA-മാർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നവകേരള സദസ്സിൽ ഞങ്ങൾ നിവേദനം കൊടുക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഗവൺമെന്റ് തലത്തിലുള്ള യാതൊരു പരിരക്ഷയും കിട്ടിയില്ല ഇതുവരെ. പരിരക്ഷ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഞങ്ങളെ മൊബൈൽ വർക്ക് നടത്തുന്നവരെ നിർത്തലാക്കുക എന്നുള്ള മെയിനായിട്ടുള്ളത് ഞങ്ങളുടെ ആവശ്യം. കാരണം ഒരു മാനദണ്ഡം ഇല്ലാതെ ഇലക്ട്രിസിറ്റി ബില്ല് പോലും കൃത്യമായി അടയ്ക്കാതെ, ഒരു നികുതി പോലും അടയ്ക്കാതെ ഗവൺമെന്റിനെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പോലത്തവരാണ് ഒട്ടനവധി നികുതികൾ അടച്ചിട്ട് നടത്തുന്നവർക്ക് വർക്കും കുറവ്, എടുക്കാൻ വർക്കിന് സാമ്പത്തിക കൂലിയും കുറഞ്ഞിട്ടാണ് ഇപ്പം നടന്നുകൊണ്ടത്. അപ്പൊ ഗവൺമെന്റ് ഇതിന് നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തണം. സഹകരണ നഗരസഭകൾ ഇങ്ങനെയൊക്കെ അതിലുള്ള കാര്യങ്ങൾ ഇടപെടണം എന്ന് ഈ ഒരു ആവശ്യം എനിക്ക് വല്ലാതെ ഉണ്ട്. ഇത് ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെടുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ. എൻ്റെ ഫാമിലി പറഞ്ഞാൽ എൻ്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ സുഖല ബ്രെയിൻ ട്യൂമറായിട്ട് മരണപ്പെട്ടു. പിന്നെ മൂത്ത മകൻ ഞാനാണ്. അപ്പം മൂത്ത മകൻ ഞാനപ്പോൾ അതിൻ്റെ ബാധ്യതയും ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായെങ്കിൽ തന്നെ അനിയന്മാരൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് പഠിപ്പിച്ചു. അവരൊക്കെ നല്ല ജോലിയായി, അവരൊക്കെ മെരയി കഴിഞ്ഞു, നല്ല രീതിയിലൊക്കെ തന്നെയാണ് പോണത്. പിന്നെ മക്കളാണ്, എനിക്ക് 3 ആൺകുട്ടികളാണ്. 3 ആള് നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ്. BCom
ബിടെക് എംടെക് കഴിഞ്ഞവരും ഒക്കെയാണ് എഞ്ചിനീയേഴ്സായിട്ട് 3 സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ. രണ്ടാമത്തെ മകൻ എൻ്റെ കൂടെ കുറച്ചു കാലം ഉണ്ടായിരുന്നു. ഒരു 4-5 വർഷം എൻ്റെ കൂടെ തന്നെ ആയിരുന്നു. എല്ലാ വർക്കും അതുപോലെ ക്ലയന്റിനോട് എങ്ങനെ പെരുമാറണം, ജോലിക്കാരെ എങ്ങനെ കൊണ്ടെടുക്കണം, മെറ്റീരിയൽ എങ്ങനെ വാങ്ങണം, അങ്ങനെ പൊതുസമൂഹത്തിൽ നമ്മൾ എങ്ങനെ ഇടപെടണം, എല്ലാ കാര്യങ്ങളും കൃത്യമായും പഠിപ്പിച്ചും ചെയ്തു. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തിയിരുന്നു. ഇപ്പം അവനൊരു നല്ലൊരു മെഡിക്കൽ ഫീൽഡ് ഒരു ജോലി സാധ്യത വന്നപ്പം അതിൻ്റെ പിന്നിലെ ഒരു വർഷമായിട്ട് ഇപ്പോൾ അതാണ്. എങ്കിലും കമ്പനിയിൽ വരും, നോക്കും, ഇടയ്ക്ക് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും. കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ പുതിയതായിട്ട് ഈ ഇതിലേക്ക് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. കാരണം ജോലി പഠിച്ചിട്ടല്ല വരുന്നത്, ജോലി നടത്തണം, സ്ഥാപനം നടത്തണം എന്നുള്ളൊരു വരണം എന്നുള്ളൊരു ഉദ്ദേശം നടത്താൽ നമ്മളെ ഇടപെടലുകൾ വളരെ കൃത്യമായിരിക്കണം. കാരണം ഒരു വർക്ക് ഏറ്റാൽ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുകയും അത് ക്വാളിറ്റി രീതിയിൽ നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ നമുക്ക് വർക്കിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. ഇന്നെ സംബന്ധിച്ചോളം ഞാൻ ചെയ്യുന്ന വർക്ക് കറക്റ്റായിട്ടാണ് ചെയ്യും. ഇന്നെ സംബന്ധിച്ചോളം ഒരു മൊബൈൽ വർക്കിൻ്റെ ബുദ്ധിമുട്ടും ഇന്നെ സംബന്ധിച്ചോളം സംഭവിക്കുക വന്നിട്ടില്ല. കാരണം ഞാൻ അന്ന് മുതൽ ഇന്നും ഒരേപോലെ ചെയ്യുന്നതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. പക്ഷേ ഒട്ടനവധി വർക്ക്, മൊബൈൽ വർക്ക് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അപ്പോൾ ഇനി വരുന്ന തലമുറ നല്ല രീതിയിൽ നല്ലൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഒരു മോശമില്ലാത്ത രീതിയിൽ പോകാൻ കഴിയും. അതിനെന്താ വെച്ചാൽ ഗവൺമെന്റ് തലത്തിലാണ് അതിനുവേണ്ടി നമുക്ക് അനുകൂല ഒരു ഇടപെടലുകൾ വേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പഞ്ചായത്ത് തലത്തിലൊക്കെ തന്നെ കുറച്ച് ഭൂമി ഏറ്റെടുത്തിട്ട് ഈ സ്വയം തൊഴിൽ നടത്താൻ വേണ്ടി ഒരു ഇൻഡസ്ട്രി യൂണിറ്റ് നടത്താൻ സൗകര്യം ചെയ്തു കൊടുത്താൽ വാടക കാരണത്തിലൊക്കെ ഒരുപാട് പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയും. ഇപ്പോൾ വാടക എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണ്. വാടക എന്ന് സംബന്ധിച്ചിടത്തോളം മാസം 30-ാം തീയതി ആകുമ്പോഴത്തേക്ക് ആ കറക്റ്റ് വാടക കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ വാടകന്റെ കാര്യത്തിൽ ഇന്നത്തെ കാലത്ത് ഈ വർക്ക് ചെയ്ത് കിട്ടുമ്പം വലിയ പ്രയാസം തന്നെ. ഒരു 200-300 സ്ക്വയർ ഫീറ്റ് സ്ഥാപനം നടത്തുന്നവർക്ക് നല്ല വാടക വരും. അപ്പോൾ ഒരു ഇൻഡസ്ട്രി എസ്റ്റേറ്റ് ഓരോ പഞ്ചായത്തിലും തുടങ്ങിയിട്ട് ഇതുപോലുള്ള ഇൻഡസ്ട്രിയലുകൾ നടത്താൻ, വെൽഡിങ് യൂണിറ്റുകൾ നടത്താൻ വേണ്ടിയിട്ട് സൗകര്യം കിട്ടുകയാണെങ്കിൽ ഒട്ടനവധി പേർക്ക് അതൊരു വലിയൊരു ആശ്വാസം ആവും. അതിന് ഈ ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ നഗരസഭകളൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടെത്തി അവർക്ക് വേണ്ട ആ ഒരു യൂണിറ്റ് തുടങ്ങാനുള്ള സൗകര്യങ്ങൾ കുറച്ച് പേർക്ക് കൊടുത്താൽ ഒരു പരിധി വരെ ഇതിലേക്ക് നമ്മളെ പോലത്തെ സ്ഥാപനങ്ങൾ നടത്താനുള്ള ആൾക്കാർ കടന്നു വരികയും ചെയ്യും. അവർക്ക് തന്നെ നടത്തുന്നവർക്കും നല്ലൊരു ആശ്വാസമാവും. എനിക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഞാൻ ഈ സ്ഥാപനം കുറേ കൊല്ലങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ നല്ല ബന്ധം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പല ജില്ലകളിലും നമുക്ക് എല്ലാവരുടെയും ബന്ധങ്ങളാണ്. അതുപോലെ പിന്നെ ഉദ്യോഗസ്ഥരായിട്ടും നല്ല രീതിയിലുള്ള ബന്ധങ്ങളാണ്. അതുപോലെ എഞ്ചിനീയേഴ്സ് നല്ല ബന്ധങ്ങളാണ്. പല ആൾക്കാരായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇത് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഡെവലപ്പ് ചെയ്യാനുള്ള ചില പദ്ധതികളൊക്കെ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല, എന്തായാലും വൈകാതെ അത് നടപ്പിലാക്കും. ഞാനൊരു കമ്പനി ഒന്നും കൂടി പ്രോഗ്രസ് ആക്കാനുള്ള ഒരു പദ്ധതിയിലാണ് ഇപ്പോൾ എൻ്റെ പ്ലാനിങ് ഒക്കെ. അതെന്തായാലും വൈകാതെ നടപ്പിലാക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഒന്നും കൂടി ഡെവലപ്പ് ആക്കിയിട്ട് ഈ കമ്പനി കുറച്ചും കൂടി പുതിയ മെഷീനറികളൊക്കെ ഇറക്കിയിട്ട് നല്ല രീതിയിലുള്ള വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. അതിനുള്ള ഒരു പണിപ്പുരയിലാണ് ഇപ്പം എൻ്റെ കാര്യങ്ങൾ. എന്തായാലും വൈകാതെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള ചില പേപ്പർ വർക്കുകളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു. പിന്നെ സ്വന്തമായിട്ട് സ്ഥലം വേണം. അപ്പം അതും ഏകദേശമൊക്കെ ധാരണയാക്കി വെച്ചിട്ടുണ്ട്. മുഴുവനായിട്ടില്ല, അതും ചെയ്യണം. എന്നാലേ നമുക്ക് വാടക കൊടുക്കാതെ ഒക്കെ നടത്തി കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. ഞാൻ സംഘടനയും അതുപോലെ ഈ ജോലിയും, അതായത് എൻ്റെ ബിസിനസ്സും തമ്മിൽ നടത്തിക്കൊണ്ടു പോകുന്നത് എല്ലാവരും ആശ്ചര്യപ്പെടേണ്ട കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ മിക്ക ദിവസങ്ങളും എനിക്ക് മീറ്റിംഗ് ഉണ്ടാവും. അതിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ SI സമിതിയിലെ ഒരു അംഗമാണ്. മിക്ക മീറ്റിംഗ് ഉണ്ട്, അതിന് പങ്കെടുക്കും. ഞങ്ങളുടെ അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ്റെ മീറ്റിംഗ് ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഞാൻ പങ്കെടുക്കും. അതുപോലെ ഈ സംഘടനാപരമായ കാര്യങ്ങളിൽ പല സ്ഥലത്തും എത്തിപ്പെട്ടിട്ടുണ്ട്, അതിലൊക്കെ പങ്കെടുക്കും. അപ്പം എന്താണ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജോലി അതിൻ്റെ പിന്നിൽ അതും നടക്കും. കാരണം നമുക്ക് അതിന് പറ്റിയ ഒപ്പം നടത്താൻ പറ്റിയ ജോലിക്കാരാണ് നമ്മളുള്ളത്. പിന്നെ അത് നോക്കി നടത്താൻ പറ്റിയ ഒരാൾ നമ്മളെ കൂടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്കിപ്പം ഇന്ന് അങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിക്കാനും ആ കാര്യങ്ങളിലൊക്കെ ഇടപെടാനും പോകാനും വരാനും കഴിയും. ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഴപ്പമൊന്നുമില്ല. ശാരീരികമായി അസുഖം ഇപ്പൊന്നുമില്ല. ചില സമയങ്ങളുണ്ടെങ്കിലും ഇപ്പം കുഴപ്പമൊന്നുമില്ല. ആ കാര്യങ്ങളിൽ എല്ലാ മീറ്റിങ്ങിലും അല്ലെങ്കിൽ സംഘടനേൻ്റെ എല്ലാ കാര്യങ്ങളും എത്തിപ്പെടാനും പോകാനും കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ
സമയം ഇല്ലെങ്കിലും ഉണ്ടാക്കി പോവാൻ നല്ല രീതിയിലൊക്കെ പ്രവർത്തിച്ച് പോകണം എന്നുള്ളതിനെ കൊണ്ടൊരു ഉദ്ദേശം കൂടി വെച്ചിട്ടാണ് മടി കാണിക്കാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം വെക്കുന്നതുകൊണ്ടാണ്. പിന്നെ ജോലിയുടെ കാര്യത്തിലാണെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായും നമ്മളെ കാര്യത്തിൽ പറഞ്ഞാൽ അനുസരിക്കണ അല്ലെ പറഞ്ഞാൽ കേൾക്കണ നമ്മളെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റിയ ജോലിക്കാരൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഒന്നാമത്തെ എനിക്ക് ഇങ്ങനെയൊക്കെ പോകാൻ കഴിയുന്നത്. എൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ഉണ്ണി എന്നാണ്. മഞ്ചേരിക്കാർക്ക് ആർക്കും ഇതിനെ പറ്റി അറിയാം. ഞാൻ കുറേ വർഷങ്ങളായിട്ട് മഞ്ചേരിയുള്ളതിനെ കൊണ്ട്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ടെക്നോ എഞ്ചിനീയറിംഗ് കമ്പനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് മഞ്ചേരിയാണ്.